ഇവനാണ് നമ്മളുടെ ഇപ്പോഴത്തെ അതിഥി. ഒരു എന്താ പറയുക, നമ്മളൊരു ചെറിയൊരു പൂച്ചക്കുഞ്ഞ്. അപ്പോൾ ഇവന് വേണ്ടിയിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കണേ കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. മീൻ കിട്ടാത്ത കാരണം ഒരു ചെറിയ വിഷമം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവന് ഒരു ചെറിയ പൊടിമീനുകളെ നമുക്ക് പിടിക്കണം. ഇവൻ്റെ പേര് സിംബ കേട്ടാ. ഞങ്ങൾ ഇട്ടേക്കണതാണ് സിംബ മോൻ. പിന്നെ ഇവന് വേണ്ടിയിട്ട് നമുക്ക് പൊടിമീനെ പിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവനിവിടെ കളിക്കട്ടെ തൽക്കാലം. ഒരു സാധാ കണച്ചുകൊണ്ടാണ് എടുത്തേക്കണേ കേട്ടോ. കണച്ചുകൊണ്ട, പിന്നെ നൈസ് ടങ്കീസ് 20 mm ടങ്കീസ്, തീരെ പൊടിക്കൊളുത്ത് 2, അളവ് 2 കേട്ടോ. ലുക്കാനയുടെ 2ൻ്റെ കൊളുത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരയിടുന്നത് കേസും മൈദയും കൂടി ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട്. കണ്ട, കുറച്ച് മതി. കേസും മൈദയും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂണ്ടിട്ട് പൊടിമീനെ പിടിക്കാം. അത് ചെയ്യേണ്ടത് കേസിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്തിട്ട് ഈ കുളത്ത് കാണാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് വെക്കാം. അങ്ങോട്ട് ഇട്ടു കൊടുക്കാം. ഇഷ്ടപൊഴി എവിടെ പോയി മോനെ? മോനുള്ളത് കിട്ടിയതാ. തുപ്പി പോയി. ഞാൻ പിടിച്ചോ. അവന് സന്തോഷമായിട്ടാ. പിടിക്കുന്ന അവിടെ ഓ, ഒരു രക്ഷയില്ലടോ. ഭയങ്കര സന്തോഷം. എടുത്തുകൊണ്ട് പോണ്. എങ്ങടാ? എടാ, നിനക്ക് വേണ്ടി പിടിച്ചതാണത്. വേറൊരു സാധനമൊക്കെ കയറി വരി. അത് കരിമീനാണല്ലോ. അയ്യോ, ഇതിന്റെ അടിയിലെ കൊണ്ടേക്കണോ? പോയി. ഓ, പോയില്ലടാ, രക്ഷോട്. ഇത് എവിടെയാ കൊണ്ടേക്കണേന്ന് ഓടേട്ടാ. അതേ അടിഭാഗത്ത് കൊളുത്തിരിക്കുന്നു. എന്താ അടിയിൽ കൊളുത്തിരിക്കുന്നു. ചെറിയ ഒരു പൊരിക്കാണ്, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പൊരിക്കാണ്ടാ. പാത്രത്തിൽ കിടക്കട്ടെ. ഇനി അതൊക്കെ അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാൻ പറ്റില്ല. വന്ന് ചെന്ന് നോക്കാണല്ലോ. ഒരെണ്ണം കഴിച്ചില്ലടാ, അത് മതി. ഇപ്പം ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ തരാട്ടാ. ഓ, നോണയ്യനാ മോന് തരാട്ടാ. നോട്ടെ കിട്ടുമോ നോക്കട്ടെ കേട്ടാ. അങ്ങനെ സിംബയ്ക്ക് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഇട്ട വഴി തന്നെ കിട്ടി. അവനുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഓ, ദേ അടുത്ത പല്ലടാ. ഓ, എന്ത് സന്തോഷം. എന്നാ കഴിക്കോ മോൻ? പിടിച്ചോ. നല്ല അടിപൊളി പൂവാലിപ്പറലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് സന്തോഷമായി എന്തായാലും. ഇപ്പോൾ പോ വേഗം പിടിച്ച് തിന്നോ. തിന്നോക്കോ. ദേനാ പുല്ലിന്ന് മാറ്റിത്തരാം. കിട്ടിപ്പോയിടാ. കൊണ്ടുപോക്കോ. വേറെ കഴിച്ച് തീർത്തിട്ട് വേഗം മുന്നോട്ടാ. അപ്പം അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇന്നത്തെ കാര്യം. ഇനി അടുത്ത ദിവസത്തേക്ക് നമുക്ക് ഉള്ളതും കൂടി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് മീനൊന്നും കിട്ടല്ല. അവനവിടെ പോയി കഴിച്ചോളും. അതുകൊണ്ട് പയ്യെ മാറിയിട്ടുണ്ട്. അവന് കുറച്ച് ദിവസത്തേക്കുള്ളത് കൂടിയാണ്ട് പിടിച്ചു വെച്ചൊരു സമാധാനമുണ്ട്. അതന്നെ പോയില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ പറല് കൊത്തണ്ട്. ഇത് പുഴ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടി പുഴയിൽ ഇതിപ്പോൾ മഴ പെയ്ത് ഒന്ന് കലങ്ങിയൊക്കെ കിടക്കാണ്ടാ. അതുകൊണ്ട് തന്നെ
ചെറിയതായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ തന്നെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് ഇരയെടുക്കും. നല്ല വെള്ളം തണുത്ത് കിടക്കാണ്, നല്ല രീതിയിൽ തന്നെ ഇരയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മോനെ ഇപ്പോൾ അത് കഴിച്ചില്ലേ, 2 ആയില്ലേ, അത് മതിയിട്ടാ. ഇനി കുറച്ച് നേരം കഴിയട്ടെ, ഇനി വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറുതോരനും കൂടി തരാട്ടാ. അപ്പോൾ അവൻ വീണ്ടും കൊതിയായിട്ട് ഇങ്ങനെ വന്നേക്കാണ് നമ്മുടെ അടുത്തേക്ക്. അവിടെ നിന്നോ തൽക്കാലം. അപ്പോൾ അബദ്ധവശാലൊരു കരിമീൻ വെള്ളത്തെയും കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടുമെന്ന് നോക്കാം നമുക്ക്. പറഞ്ഞില്ല, കുറച്ച് പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ എപ്പോഴും അതിനു വേണ്ടി വരാൻ പറ്റില്ല. ബാ വേണ്ട, മീൻ പിടിക്കണം ഇങ്ങനെയുണ്ടാ. ഇല്ല, ഇത് എങ്ങനെ പിടിക്കണേന്ന് അറിയോ? വേണ്ട, മോനൊന്ന് പിടിച്ച് വെച്ചേക്കണേ. അത് കുറച്ച് കഴിട്ടെ. പിന്നെ അയ്യോ അവൻ ഇപ്പോൾ പോയേനെ സിമ്പേ. അവന് പിടിക്കണതാ. അപ്പോൾ അവൻ അത് എടുത്തുകൊണ്ട് വെറുതെ കൊണ്ടുപോയി കളയും. ഇനി കൊടുത്തു കഴിഞ്ഞാൽ അവനത് വേസ്റ്റാക്കി കളയും. അവിടെ നിന്നോ. ഇഷ്ടംപോലെ പറലെന്തായാലും കൊട്ടിട്ടുണ്ട്, ചെറിയ പൊടിമീനൊക്കെ. അടുത്ത ഇതിപ്പോൾ എന്തായാലും പറലിനെ പിടിക്കാനല്ലേ, നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് വലിയ മീനെ പിടിക്കാനുള്ള ഒരു സൂത്രപ്പണി കൊണ്ട് വരാം. എന്തായാലും പെട്ടെന്ന് കിട്ടാനായിട്ട്. കാരണം ഇനിയും നല്ല രീതിയിൽ മീൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ പറയുക, വെള്ളം മഴയൊക്കെ പെയ്തു, വെള്ളം ഒന്ന് തണുത്തു, ഇച്ചിരി കലക്കലൊക്കെ ആയി. കലക്കൽ ഇച്ചിരി കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ഇരയെടുക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് പൊടിമീനൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു കരിമീനെയും ഒരു പുല്ലനെയൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ല രീതിയിൽ തീറ്റയൊക്കെ ഇട്ട്, അത് എന്തൊട്ട് തീറ്റ ഇടണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് പെട്ടെന്ന് മീൻ അടുത്ത് വരാനും, നമ്മളെവിടെയാണോ ചൂണ്ടിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നല്ല രീതിയിൽ മീൻ ഇങ്ങനെ വരത്താനായിട്ടുള്ളൊരു ചെറിയ സൂത്രപ്പണികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത ദിവസം അപ്പോൾ കരിമീനെയും പുല്ലനെയൊക്കെ നമുക്ക് ഭംഗിയായിട്ട് പിടിക്കാം. ഇപ്പോൾ ഈ ചൂണ്ടയിൽ ചിലപ്പോൾ കയറിയെന്ന് വരില്ല, വലിയ കരിമീനൊന്നും കയറില്ല, പെട്ടെന്ന് പൊട്ടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അടിപൊളി. നോക്കി മോന് മീൻ പിടിക്കാൻ വന്നാണ്. എന്നിട്ട് നോക്കിയതാ. വാ പുല്ലനൊക്കെ നമ്മളെ ഈ കടക്കലിൽ പുല്ലനൊക്കെ ഈസിയായിട്ട് ഓതണ്ടല്ലോ. എൻ്റെ സിംബമോനെ ഒന്ന് കാണിക്കട്ടെ. അടുത്തേക്ക് ഇവിടെ വേണം. എടാ ഓടണ്ട ഈ ഓടണ വെച്ചേ. ആഹാ, അയ്യോ പോയി. ഓക്കെ സിംബേ, അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. നല്ലോണം തിന്നുന്നുണ്ട് പുള്ളി. ചെറിയ നൈസ് ഇരയിടുമ്പോൾ പെട്ടെന്ന് തിന്നുകൊണ്ട് പോകുന്നുണ്ട്. കുഞ്ഞ് ടങ്കീസാണ്. ഈ ടങ്കീസ് ആകെ ഒരു കാര്യം ചെയ്തേക്കണത്, പെട്ടെന്ന് പൊട്ടരുത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സൂത്രപ്പണി ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാട്ടാ എല്ലാവർക്കും. അതായത് നൈസ് ടങ്കീസ് ഇട്ട് അത്യാവശ്യം തിരക്കില്ലാത്ത വലിപ്പമുള്ളതിനൊക്കെ നമുക്ക് പിടിക്കാം. പെട്ടെന്ന് കൊത്തുകയും ചെയ്യും. ഈ ടങ്കീസ് ഒന്നും കാണാൻ പോലും പറ്റില്ല, അത്ര നൈസ് ടങ്കീസാണ്. അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സൂത്രപ്പണി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരെ സിമ്പ ഇന്നിപ്പോൾ ഇവൻ്റെ കാര്യങ്ങളങ്ങനെ നടക്കട്ടെ എന്തായാലും. കേട്ടാ, നോക്കിയിരുന്നോ, ഇനി മോനിപ്പം തരില്ല. അവിടെ ഇട്ടാ നീ ചെന്ന് നോക്കണം പാത്രത്തിൽ. കൊതിയ പിന്നെ തരാടാ.
എന്താ ശോകം കളിച്ചിരുന്ന ആളാണ് ഭയങ്കര ആക്റ്റീവായേക്കണ് മീൻ കിട്ടിയപ്പോൾ. എല്ലാത്തിനും മുളുണ്ടല്ലോ. ക്ഷമയില്ലല്ലോടാ സിംബേ നിനക്ക്. നീ 2 മീൻ അത്യാവശ്യം വലിപ്പമുള്ളത് കഴിച്ചില്ലേ? നീ നമുക്ക് നാളെ കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കഴിക്കാം. നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വൈകുന്നേരം ആവട്ടെ. ഇവിടേത് കറങ്ങണ്ടല്ലായിരുന്നു. ഓ ഇരിക്കാം. ഒരു ചെറിയ വെള്ളത്തിൽ കൂടി കിട്ടിയിട്ടാ. കണ്ട സിംബമ്മ ചെറിയ വെള്ളത്തിൽ അത്യാവശ്യം കൊള്ളാം. അതാണെങ്കിൽ അത് പറലിനെ പിടിക്കാൻ വന്നിട്ട് കിട്ടണതൊക്കെ നമുക്ക് ബോണസാണ്. നന്നായിട്ട് കയറിയിട്ടുണ്ട്. കണ്ട അത്യാവശ്യം നല്ല വെള്ളത്തിൽ അവിടെ കിടക്കുക. ഓ വീണ്ടും എത്തിച്ച് നോക്കണം. ഓട്ടേക്കടെ നോക്കണം. കിട്ടിയവരെന്നെ ഓടിയാൻ്റെ വിളി അതും കൊണ്ട് പ്ലാനാ. വാടാ വാടാ മോനെ വാടാ വാടാ മോനെ വാടാ. സിംബ നോക്കണം നോക്കി. ഇത് ഓടി ഒരുത്തൻ പേടിച്ച് ഓടണ മീനെ കണ്ടിട്ട്. കണ്ട അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു കരിമീൻ്റെ അതും വിഴുങ്ങിടാ. കണ്ട നല്ല സൂപ്പർ കരിമീൻ പോയേനെ. എന്തായാലും തീറ്റ അവന്മാർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിഴുങ്ങി അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട്. കുളത്തൊന്നും കാണാനില്ല. ഒക്കെ ഒരു ടൈപ്പുള്ളോ, പൊരിക്കലൊക്കെ ഒരു ടൈപ്പ്. അയ്യോ ചെക്കൻ്റെ മെത്തൂന. സിംബ നമ്മുടെ സിംബതേ ചൂണ്ടമിട്ട് പണിതുകൊണ്ടിരിക്കാൻട്ടാ. പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഈ സാധനം വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. ഞാൻ പിടിക്കല്ലേ സിംബേ? എങ്ങനെ പോണേ? വീണ്ടും കേട്ടോ എല്ലാം ഒരു അച്ചിൽ വാർത്തിട്ട പോലെയുള്ള വന്നേ. ഒക്കെ ഒരുപോലെ ഇരിക്കണം. കൊള്ളാം, എന്നാലും കുഴപ്പമില്ല. പൊരിക്കാനെങ്കിൽ പൊരിക്കാം. അപ്പോൾ നമ്മളിതേ അയ്യോ ഇതും വിഴുങ്ങിപ്പോയല്ലോ. സിംബയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിലായിരുന്നു ഇത്ര നേരം കേട്ടോ. നമ്മളപ്പോൾ അതേ ഇത് നിർത്താണ് പരിപാടി. ഒരു പൊട്ടിപ്പോടെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും, കാരണം അത്ര നൈസ് ടാങ്കീസ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് എന്തോരം മീൻ കിട്ടിയെന്ന് നോക്കാം. അല്ലേ ഓക്കെ, 6-7 കരിമീൻ, ഒരു പുല്ലൻ, കുറേ പറലുണ്ട്. ഇഷ്ടന്മാരെ പറല് കിട്ടിയിട്ടുണ്ട്. ഇതേണ്ട ഈ പറലുകൾ കുറേ ഉണ്ട്. അവനുള്ളത് ഉണ്ട്. എന്നാൽ വലിയ കരിമീനുണ്ട്. എന്താ പറലുണ്ട്. ഞാൻ പറല് അവനൊരു 2-3 ദിവസത്തേക്കുള്ള പറല് ഓൾറെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ കാര്യം, അതായത് എത്ര വലിയ മീനെയും ഇത്ര ചെറിയ ടങ്കീസുമ്പോൾ പിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ചൂണ്ടയുടെ ഇപ്പോൾ അത്യാവശ്യം നീളമുള്ള ചൂണ്ടയാണിത്. ചൂണ്ടയുടെ ഇരട്ടി നീളം ഈ നൈസ് ടങ്കീസിന് എടുക്കാം. എന്നാൽ നമുക്ക് എങ്ങനെ ഒരുമാരെ വലിച്ചു കൊണ്ടുപോയാലും വേണ്ട, അതിങ്ങനെ വഴങ്ങി കിടന്ന് വഴങ്ങി ഇങ്ങനെ നടക്കുകയുള്ളൂ. വലിയ മീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല. നീളം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും.
അതാണ് നമ്മളുടെ ഒരു ചെറിയ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റാണ്ട് ഇത് കിടന്ന് വഴങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി നടന്ന് പയ്യെ നമുക്ക് ധൃതി പിടിക്കാണ്ട് പിടിച്ച് വലിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ചെറിയ ടങ്കീസുമേയും വലിയ മീനെ പിടിക്കാം. ഇതാണ് ചെറിയ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഫിഷിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ശരി, ബൈ.